ഇടത് ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയിരിക്കുകയാണ്. CPM പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇ പി ജയരാജൻ രാജിക്കത്ത് നേരത്തെ കൈമാറിയിരുന്നു. രാജി ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത്. TP രാമകൃഷ്ണനാണ് പകരം ചുമതല എന്നൊക്കെ സൂചനകൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് സംസ്ഥാന സമിതി യോഗം തുടരുകയാണ്. വിവരങ്ങൾ നൽകാൻ ശാലിനിയുണ്ട്. ശാലിനി, ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരങ്ങളും സൂചനകളും ഒക്കെ എന്താണ്? ലക്ഷ്മി, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി വന്നതോടുകൂടി ഔദ്യോഗികമായി CPM സംസ്ഥാന സമിതി ആരംഭിച്ചിരിക്കുകയാണ്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കും വിമർശനങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ പോവുകയാണ്. ഇ പി ജയരാജന്റെ രാജി തന്നെയാണ് ഇന്ന് സംസ്ഥാന രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് തന്നെയാണ് LDFന്റെ കൺവീനർ സ്ഥാനത്ത് നിന്നും ഔദ്യോഗികമായി രാജിക്കത്ത് കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ MV ഗോവിന്ദന് ഇ പി ജയരാജൻ നൽകിയത്. രാജി നൽകിയതിനു ശേഷമാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് പോയത് ുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നത്തെ CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഇ പി ജയരാജനെതിരായ ആരോപണങ്ങൾ, ഒപ്പം തന്നെ BJPയുടെ കേരള പ്രഭാരി കൂടിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും അതിന്മേൽ നടപടികളും ഉണ്ടാകാനുള്ള സാധ്യതകളിലേക്ക് വഴി തെളിയുമ്പോൾ തന്നെയാണ് എല്ലാ സ്ഥാനമാനങ്ങളും ഒഴിഞ്ഞുകൊണ്ട് LDFന്റെ കൺവീനർ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുകയും രാജിക്കത്ത് ഔദ്യോഗികമായി നൽകുകയും ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് TP രാമകൃഷ്ണൻ മുൻ മന്ത്രി കൂടിയായിരുന്നു. അദ്ദേഹത്തിനാണ് ഔദ്യോഗികമായി നിലവിൽ LDF കൺവീനറിന്റെ സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ചുമതല കൈമാറാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ CPMന്റെ സംസ്ഥാന സമിതി ഔദ്യോഗികമായി തീരുമാനിച്ച് കൂടിയാലോചിച്ച് ഔദ്യോഗികമായ തീരുമാനത്തിലെത്തുകയും ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് EP മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറില്ല. അതേസമയം തന്നെയാണ് ഈ CPMന്റെ സംസ്ഥാന സമിതിയിലേക്ക് പങ്കെടുക്കാനെത്തിയ മുതിർന്ന നേതാക്കന്മാരോട് ഉൾപ്പെടെ മാധ്യമങ്ങൾ ഈ വിഷയം ആരാഞ്ഞിരുന്നു. അവരോടൊന്നും തന്നെ പ്രതികരിക്കാൻ ആരും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാധ്യമ യോഗം കഴിയട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് പല നേതാക്കന്മാരും മാധ്യമങ്ങൾക്ക് മുൻപിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മളിനി ഉറ്റുനോക്കുന്നത് പല ഘട്ടങ്ങളിലായി പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടു, മാറ്റി നിർത്തപ്പെട്ടു, സ്വമേധയാ മാറി നിൽക്കുന്ന സാഹചര്യം EP സ്വീകരിച്ചിരുന്നു. അവിടെ നിന്നൊക്കെ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി പക്ഷേ നീണ്ട വർഷത്തെ പാരമ്പര്യമുള്ള പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് താൻ മാറി നിൽക്കുകയാണ്. താൽക്കാലിക വിശ്രമം എന്ന രീതിയിലാണ് മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ചലനങ്ങൾ, വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. കോടിയേരി ബാലകൃഷ്ണൻ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് മാറുമ്പോഴും ഒപ്പം തന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇ പി ജയരാജനെ പരിഗണിക്കുമെന്നുള്ള സൂചനകൾ ആ ഘട്ടത്തിൽ വന്നിരുന്നു. പക്ഷേ അവിടെ പരിഗണന നൽകാതെ അദ്ദേഹത്തിന് വീണ്ടും തഴയുന്ന സമീപനം CPM സ്വീകരിച്ചു. ബന്ധുനിയമനം, പിന്നീട് അദ്ദേഹത്തിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ, ഇതൊക്കെ വന്നപ്പോഴും പാർട്ടി സ്വീകരിച്ച നടപടികൾ, പാർട്ടി സ്വീകരിച്ച ചില പ്രതികരണങ്ങളൊക്കെ തന്നെ ഇ പി ജയരാജൻ ഉറ്റുനോക്കുകയായിരുന്നു. പാർട്ടിയിൽ നിന്ന് കുറെ നാളുകളായി അകന്നു നിൽക്കുന്ന സമീപനം അദ്ദേഹം സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് പോലും പല ഘട്ടങ്ങളിലും AKG സെന്ററിലേക്ക് അദ്ദേഹം എത്താൻ തയ്യാറായില്ല. പല യോഗങ്ങളിൽ നിന്നും, നിർണായകമായിട്ടുള്ള CPM സമിതികളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്ന സാഹചര്യം, പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു. ഇതൊക്കെ പിന്നീട് അനുരഞ്ജന നീക്കത്തിലൂടെ തുടർന്ന് ചർച്ചകളിലേക്കും പിന്നീട് അത് CPMന്റെ സംസ്ഥാന സമിതിയിലേക്കും ഒക്കെ അദ്ദേഹത്തിനെ കൊണ്ടുവരുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചെങ്കിൽ ഇന്ന് അവസാന ദിവസമാണ്, അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാന സമിതി ചേരുകയാണ്. ആ സംസ്ഥാന സമിതിയിൽ നിന്നും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായുള്ള ഇ പി ജയരാജൻ മാറി നിൽക്കുന്നു.